ബാർക്കോഴ വിവാദത്തിൽ പുറത്തുവന്ന ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഇടുക്കിയിൽ നടത്തിയ മൊഴിയെടുപ്പ് പൂർത്തിയായി. ശബ്ദ സന്ദേശം അനുമോന്റേതാണെന്ന് ബാർ ഉടമകൾ സ്ഥിരീകരിച്ചു. സ്പൈസ് ഗ്രോവ് ബാർ ഉടമ അരവിന്ദാക്ഷനെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. ഇളവ് കിട്ടാൻ പണം നൽകിയിട്ടില്ല എന്നാണ് അരവിന്ദാക്ഷൻ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത്. ബാർക്കോഴ വിവാദത്തിന് തുടക്കമിട്ട അനുമോന്റെ ശബ്ദ സന്ദേശം എത്തിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇടുക്കിയിലെത്തിയത്. കൂടുതൽ ബാർ ഉടമകൾ പണം നൽകിയോ എന്നത് അന്വേഷണ സംഘം പരിശോധിച്ചു. രാവിലെ മൂന്നാറിലും അടിമാലിയിലും എത്തിയ സംഘം ശബ്ദരേഖ പ്രചരിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പ് അംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി. ഇളവ് ലഭിക്കാൻ 2.5 ലക്ഷം രൂപ നൽകിയെന്ന് അനുമോൻ വെളിപ്പെടുത്തിയ അണക്കര സ്പൈസ് ഗ്രോവ് ഉടമ അരവിന്ദാക്ഷനെ നെടുങ്കണ്ടത്തെ ബാർ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. മുൻപ് കെട്ടിടം നിർമ്മിക്കാൻ പണം നൽകിയിട്ടുണ്ടെന്നും മദ്യനയത്തിൽ ഇളവ് വരുത്താൻ ആരും പണം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അരവിന്ദാക്ഷൻ മൊഴി നൽകി. പണം നൽകിയില്ല എന്ന മൊഴിയിൽ തന്നെ അരവിന്ദാക്ഷൻ ഉറച്ചു നിൽക്കുകയാണ്. ഇടുക്കിയിലെ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ക്രൈംബ്രാഞ്ച് സംഘം മടങ്ങി. ഇന്നലെ ക്രൈംബ്രാഞ്ച് അനിമോന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. സംസ്ഥാനത്തെ മറ്റു ബാർ ഉടമകളിൽ നിന്ന് കൂടി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ സംഭവത്തിൽ വ്യക്തത വരുത്തിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് ക്രൈംബ്രാഞ്ച് പദ്ധതിയിട്ടിരിക്കുന്നത്. ജനം, ഇടുക്കി.